ശാരിക ആലപ്പുഴയില് കാർത്തികേയനിയമ്മ തെരുവ് പട്ടികളുടെ കടിയേറ്റ് മരിച്ചു എന്ന് വാർത്ത വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത്. ക്രിസ്മസും കൂടെ ആയതുകൊണ്ട് അതെ, കേൾക്കാൻ പറ്റുന്ന ഒരു വാർത്തയല്ല. പക്ഷേ ആദ്യം നമ്മൾ അതിന്റെ ഒരുപാട് പെർസ്പെക്ടീവ്സ് ഉണ്ട് നമുക്ക് അതിൽ സംസാരിക്കാൻ. ഒന്ന്, സർക്കാരിന്റെ അനാസ്ഥ, തെരുവ് പട്ടികളുടെ ശല്യം, അതുമായി ബന്ധപ്പെട്ട് സർക്കാർ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലെന്ന് പല പ്രതികരണങ്ങളും വരുന്നുണ്ട്. രണ്ടാമത്തത്, ഇതിൽ കുറച്ച് ദുരൂഹത ഏറുന്നു എന്നുള്ള തോന്നലാണ് എനിക്ക്. കാരണം ഒന്ന്, ഇവര് പട്ടി കടിച്ചിട്ടാണ് ഇവർ മരിക്കുന്നത്. ഇവരുടെ ഈ ഭാഗത്തടക്കം പട്ടി കടിച്ചതിനാണ് ഒരു മരണം. കണ്ണൊഴുകിയുള്ള ബാക്കിയെല്ലാം പട്ടി കടിച്ചത്. എന്നിട്ട് ഇവരെ കരച്ചിൽ കേട്ട ആരുമില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മകൻ നൽകുന്ന പ്രതികരണങ്ങൾ ഒരിക്കലും സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രതികരണങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായിരിക്കും വീണ്ടും ഇതൊരു ദുരൂഹത നിറഞ്ഞ മരണത്തിലേക്ക് മാറുകയാണോ? അതെ, കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് ദുരൂഹ മരണങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ പറ്റാത്ത ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അക്കൂട്ടത്തിൽ ഈ രാവിലെ ഈ വാർത്തയിട്ട ഞാൻ സത്യത്തിൽ നമ്മുടെ രോഷമാണ് ആദ്യ ആളിക്ക് എത്തിയത്. ഈ തെരുവ് നായ്ക്കൾ, ഇപ്പൊ ശില്പ പറഞ്ഞ പോലെ തെരുവ് നായ്ക്കളെ കൊണ്ട് തോറ്റില്ല. ഇത് കുറെ കാലമായിട്ട് ശല്യമില്ലായിരിക്കും. ഇതുങ്ങളെ പേടിച്ചിട്ട് കുട്ടികളെയൊക്കെ എങ്ങനെ പുറത്തിറക്കും? അമ്മമ്മ പ്രായമുള്ളവരും നമ്മളൊക്കെ എങ്ങനെ ഇറങ്ങും? എല്ലായിടത്തും നമുക്ക് വണ്ടിയിലും കാറിലും പോകാൻ പറ്റില്ലല്ലോ. വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങണമല്ലോ എന്ന് ചിന്തയിലേക്കുള്ള വരുമ്പോഴേ ചിന്തകളെ കീറിമുറിച്ചുകൊണ്ടാണ് അടുത്ത വാർത്തകൾ ഇങ്ങനെ തുടരെ വരുന്നത് പറഞ്ഞാൽ ശില്പ പറഞ്ഞ പോലെ ദുരൂഹമായ എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ആ വാർത്ത കണ്ടപ്പോൾ ആ അമ്മ, കത്യാനി അമ്മ എന്ന് പറഞ്ഞാൽ അവർ തകഴിക്കാരിയാണ്. അവർ ആറാട്ടുപുഴയിലേക്ക് മകന്റെ വീട്ടിലേക്ക് വന്നതാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ പിന്നീടുള്ള വാർത്തകൾ പറഞ്ഞ 1 വർഷമായിട്ട് അവരവിടെ താമസിക്കുന്നുണ്ട്. ഇവരെന്തോ 15 വർഷമായിട്ട് അവിടെ താമസിക്കുന്നവരാണ്. ഇവർക്ക് ഗേറ്റും പൂട്ടിയിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. പക്ഷേ കത്യാനി അമ്മ കിടന്നിരുന്ന സ്ഥലം നമ്മൾ വല്ലാതെ ഒരു ദുരൂഹത സൃഷ്ടിക്കുന്നത്. കാരണം അയാളുടെ അമ്മയാണ്, അവിടുത്തെ വേലക്കാരിയോ അല്ലെങ്കിൽ അവിടുത്തെ സർവന്റോ ഒന്നുമല്ല, പുള്ളിക്കാരത്തി പ്രായമായ അമ്മയാണ്. അപ്പൊ അവർ കിടത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പുറത്ത് ഒരു ബന്ധവസും ഇല്ലാത്ത ഒരു ഷീറ്റ് വിരിച്ച് അവിടെ ഒരു കട്ടിൽ വിട്ട് അങ്ങനെ കിടത്തി അവർ അവിടെയാണ് താമസിച്ചിരുന്നതെന്ന് പറയുന്നത്. പുറത്തോട്ട് മാറിയാണ് അവിടെ അവർ ഉണ്ടായിരുന്നത്. അവരെ പട്ടി കടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആറാട്ടുപുഴ എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശമാണ്, തീരദേശം. തൊട്ടപ്പുറത്ത് കടകളുണ്ട്, വീടുകളുണ്ട്. അല്ലാതെ നമ്മൾ സിറ്റിയിലെ ഫ്ലാറ്റിലല്ല അവർ താമസിക്കുന്നത്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പട്ടികളുടെ കൊര എന്ന് പറയുന്നത് ചില്ലറ കൊരയൊന്നുമല്ല. അവരുടെ കരച്ചിൽ സ്വാഭാവികമായിട്ട് കേൾക്കാം, രക്ഷിക്കണേന്ന് വിളിക്കുന്നേക്കാം. ഇതൊന്നും ആരും കേട്ടില്ല. വൈകുന്നേരം 5 മണിക്ക് തിരിച്ചു വരുമ്പോൾ ആ അമ്മ അവിടെ കമന്ന് കിടക്കുമ്പോൾ പിന്നെ ഈ പറയുന്ന അയാൾ പോലീസുകാർക്ക് നമ്മുടെ റിപ്പോർട്ടേഴ്സിന് ബൈറ്റ് കൊടുക്കുന്നതായിട്ട് സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. ഇത്രയും ഭീകരത കണ്ടൊരു മകൻ, അന്യ ആൾക്കാരോ നാട്ടുകാരോ അല്ല, അയാൾ തന്നെ വളരെ സ്വതസിദ്ധമായ ശൈലിയിലോ വളരെ ഭാവുകത്വം കുറിച്ചുകൊണ്ട് ഞാൻ എന്ത് പറയാനാണ്, എൻ്റെ അമ്മയല്ലേ, എൻ്റെ സ്വന്തം അമ്മയല്ലേ, ഞാനിവിടെ വരുമ്പോൾ അവരുടെ മുഖമൊക്കെ ഇവിടെ നിന്നൊക്കെ ജോയുടെ അവിടെ നിന്നൊക്കെ കടിച്ചെടുത്തോണ്ട് പോയിട്ട് എന്നൊക്കെ വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വണത്തു. സംതിങ് ഈസ് ഫിഷി ഔട്ട് ദെയർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവര് മരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ കിടപ്പ് രോഗിയല്ല അവര്. അതെ, നടക്കാൻ സാധിക്കുന്ന ആരോഗ്യവതിയ സ്ത്രീ എന്ന് അയാൾ തന്നെ പറയുന്നു. പിന്നെ ഗേറ്റ് പൂട്ടിയുടെ കാര്യം ഓർക്കില്ല. ഇത്ര അവിടെ കാണിക്കുന്ന സൈഡിലെ വീടാണ് അവരുടെങ്കിലും നല്ല വീടാണ് കണ്ടിട്ട്. അവർക്ക് അകത്ത് കയറിയിരിക്കാം, അപ്പുറത്തോട്ട് ഓടിക്കളയാം. എനിക്കിതിൽ ആദ്യം ദുരൂഹത തോന്നിയത്, ഈ വാർത്ത വന്ന സമയത്ത് ഒരുപാട് പേരുടെ ബൈറ്റുകൾ വിവിധ ചാനലുകളായി നമുക്ക് ഒരുപാട് ബൈറ്റുകൾ കാണാൻ സാധിച്ചു. കാരണം ഈ നാട്ടിലെ പട്ടി പ്രശ്നം, ഈ തെരുവ് പട്ടികൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് സ്ട്രീറ്റ് ലൈറ്റുകളില്ല, ഒരു മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാർ താമസിക്കുന്ന ഇടങ്ങളാണ്. അപ്പൊ അവര് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അതിനിടയിൽ ഈ അമ്മയെയും മകനെയും കുറിച്ച് ചോദിക്കുന്ന സമയത്ത് 2-3 പേര് പറയുന്നുണ്ട്, എന്താണ് ഇതൊരു 10 വർഷത്തോളം കാലമായി ഈ മകൻ ഇവിടെ താമസിക്കുന്നു, കഴിഞ്ഞ 1 വർഷമായിട്ടാണ് ഈ അമ്മ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷെ ഇവർക്ക് ആർക്കും ഈ ചുറ്റുമുള്ള ആളുകളുമായിട്ട് ഒരു ബന്ധവുമില്ല, ഈ ചുറ്റുമുള്ള ആളുകളുമായി ഇവർ സംസാരിക്കാറില്ല എന്നൊരു സ്ത്രീയുടെ ബൈറ്റിൽ അവർ പറയുന്നുണ്ട്. ഒരു കണക്ഷൻ ഇല്ല ഇവരായിട്ട്. നിങ്ങൾ ആരും ഈ ഒച്ച കേട്ടില്ലെന്ന് വെച്ചുമ്പോൾ കേട്ടിട്ടില്ല. മേ ബി ഒരു വയസ്സായതുകൊണ്ട് അത്രത്തോളം സൗണ്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് മനസ്സിലാവാത്തതായിരിക്കാം എന്നവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പട്ടിക്കൊരെങ്കിലും കേൾക്കണ്ടേ ശില്പ? തീർച്ചയായിട്ടും. പിന്നെ രണ്ടാമത്തെ വേറൊരു സ്ത്രീയുടെ ബൈറ്റുണ്ട്. അപ്പൊ അതില് ഈ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും ഇവരെ ഇവിടെ കടത്തിയിട്ട് പോയത്? അപ്പൊ അവര് പറയുന്നുണ്ട്, ഈ വേലിക്കൽ വന്ന് നിന്ന് ഇവര് വർത്താനം പറയാറുണ്ട്, ചില ആൾക്കാരോടൊക്കെ വർത്താനം പറയാറുണ്ട്, അല്ലാതെ വലിയ ബന്ധങ്ങളൊന്നും ആ നാട്ടിലെ ഒരാളെയുമായിട്ട് ഈ അമ്മയ്ക്കും മകനും ഇല്ല. അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ശാരിക നേരത്തെ പറഞ്ഞ ഒരു ഗ്രാമപ്രദേശമാണ്, അത് അതിന് തൊട്ടപ്പുറത്ത് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്. പോലും സൗണ്ട് കേൾക്കുന്ന നാടാണ് ആറാട്ടുപുഴ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഗ്രാമപ്രദേശങ്ങൾ നമുക്ക് അറിയാം. ഇനിയിപ്പോ നമ്മൾ പുറത്തുനിന്ന് വന്ന് താമസിക്കുകയാണെങ്കിൽ പോലും ഒരാളായിട്ട് ഒരു ബന്ധമില്ലാതെ ഇരിക്കത്തില്ല. അപ്പൊ എന്തുകൊണ്ട് അവർ അങ്ങനെ താമസിച്ചിട്ടുണ്ട്? അതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഗ്രാമപ്രദേശം നമ്മൾ താമസിക്കുമ്പോൾ പതിവില്ലാതെ നമ്മൾ പുറത്തിറങ്ങിയാൽ അപ്പൊ ചോദിക്കും, എവിടുന്നെങ്കിലും നമ്മൾ പമ്മിയാ പോകുന്നെങ്കിൽ അല്ല എന്താ ഇന്ന് പതിവില്ലാതെ പുറത്ത്, ഇന്നെന്താ കാർ എടുത്തില്ലേ, ഇന്ന് ബസ്സിലാണോ പോകുന്നത്, ഇന്നെന്താ മോൾക്ക് ക്ലാസ് ഉണ്ടോ, ഇന്ന് ഓഫീസിൽ പോകണോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യാതെ ഒരു ഗ്രാമപ്രദേശത്ത് കൂടെ നമുക്ക് ഒരു ബസ് സ്റ്റോപ്പിൽ എത്താൻ പറ്റില്ല. അത്രയ്ക്കും ഇടകലർന്ന് കിടക്കുന്ന, ഇത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും ഈ ആലപ്പുഴയിലെ ഉൾഗ്രാമങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ എവിടെ പോലും നാട്ടുകാർ നമ്മൾ ശ്രദ്ധിക്കും. അത് ഒരു കണക്കിന് ചിലപ്പോഴൊക്കെ നമുക്ക് ഇറിറ്റേഷൻ ആയിട്ട് തോന്നുമെങ്കിൽ ഒരു കണക്കിന് നല്ലതാണ്, ഡെഫിനറ്റ്ലി നല്ലതാണ്. പിന്നെ അവിടുത്തെ വീട്ടിലൊക്കെ അച്ഛമ്മ ഒറ്റയ്ക്കുള്ള സമയങ്ങളില്
വീടിന് അപ്പുറത്തും ഇപ്പുറത്തുള്ളവരുടെ ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അത് അവർക്കൊരു കൂട്ടായിട്ട് അവർ നല്ല സൊറയൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയാണ്. അതാണ് ഗ്രാമം എപ്പോഴും നന്മകളാൽ സമൃദ്ധമെന്ന് ഇപ്പോഴും ആ നന്മകൾ പറ്റിയൊന്നും പോയിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രയും ബന്ധവസായിട്ട് താമസിക്കില്ല, ഇത്രയും അടുത്ത് താമസിക്കുന്ന വീടുകളുള്ള ആറാട്ടുപുഴ പോലൊരു സ്ഥലത്ത് അവരിങ്ങനെ പട്ടി കടിച്ചു പറിച്ച് കൊല്ലുക എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട സ്ഥലത്ത് ജീവിക്കുന്നവരല്ല. അപ്പോൾ ഈ പറയുന്ന മകന്റെ ഒരു ബൈറ്റ് കേട്ടപ്പോൾ എനിക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നടക്കും. അയാൾ പറയുന്നത് ഞാൻ എന്ത് പറയാനാണ്, ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് പോകുന്നു. അപ്പൊ അമ്മ അവിടെ രാവിലെ എഴുന്നേറ്റ് ഈ തണുപ്പത്ത്, ഈ വെളുപ്പാങ്കാലത്ത്, ഈ മഞ്ഞുകാലത്ത് ഒരു അമ്മ, ഒരു പ്രായമുള്ള അമ്മയെ ഒരു മകൻ പുറത്തിറക്കി ഇരുത്തുക എന്ന് പറയുമ്പോൾ അമ്മയുടെ ഇഷ്ടത്തിന് 7 മണിക്ക് അവർ 7 മണിക്കായാലും പണിക്ക് പോകും. അപ്പൊ അമ്മ പുറത്തിറങ്ങിയിരിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ അയാൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല, അവർക്ക് എന്തോ ഓർമ്മ. ഇദ്ദേഹം പറയുന്നുണ്ട് അമ്മയെ കുളിപ്പിക്കുന്നതിന്റെ കാര്യം, അമ്മ കുളിക്കുന്നതിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇവർ അത്രത്തോളം ബെഡ് റിട്ടൺ ആയ ഒരു സ്ത്രീ അല്ല. അതെ, ഇവർക്ക് ഇനിയിപ്പോ മകൻ എന്തിനാണ് അവർ ഗേറ്റ് അല്ല ബെഡ് റിട്ടൺ ആണെങ്കിൽ പുറത്താണോ കിടത്തുക, ആരുമില്ലാതെ. അതാണ് മെയിൻ പോയിന്റ്. പട്ടികളുടെ ശല്യം അവിടെ ഉണ്ട്, പണിക്ക് പോകാൻ പോലും പറ്റുന്നില്ല, കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ ഇവരുടെ നാട്ടുകാർ പറയുന്നുണ്ട്. അത്രയും എങ്ങനെയാണ് വീട്ടിന്റെ പുറത്ത് ഒരാളെ കടത്തി പോകുന്നത്? അപ്പോ ഇന്നത്തെ കാലത്ത് അമ്മമാരെ കൊന്ന് കുഴിച്ചു മൂടുന്ന മക്കളുള്ള കാലം, ഭാര്യമാരെ ഭർത്താക്കന്മാര് വിഷം കുടിപ്പിച്ച് പാമ്പിനെ കൊണ്ടും കൊത്തിച്ചു കൊല്ലുന്ന കാലം, ജനൽ കമ്പിയിൽ കെട്ടിത്തൂക്കി കൊല്ലുന്ന പണത്തിന് വേണ്ടി എന്ത് നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ മടിയില്ലാത്ത മനുഷ്യന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഇപ്പൊ ഈ ഉത്തരവാദ കേസിൽ നമ്മൾ കാണാണ് പാമ്പിനെ കൊണ്ട് കൊത്തിക്കാൻ നോക്കിയ കേരള ചരിത്രം കണ്ട ഏറ്റവും വലിയൊരു പട്ടിയെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലാൻ നോക്കിയ മകനെ കാണേണ്ടി വരുമോ എന്നുള്ള ഒരു പേടിയാണ്. തീർച്ചയായിട്ടും പേടിക്കേണ്ടി വരും ശില്പ. കാരണം അമ്മയെ കറിവെച്ച് കൊന്ന, നിങ്ങളുടെ ചാനലിൽ തന്നെ ഉണ്ട് ആന്തരാവയവങ്ങൾ കറിവെച്ച് കൊന്ന മകനെ നിങ്ങൾ തന്നെ ഏതോ ഒരു ആങ്കറുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്ത് ഞാൻ കണ്ടിരുന്നു. അത് ഇവിടെയും അങ്ങനെ വ്യത്യാസമൊന്നുമല്ല. മന്ത്രവാദത്തിന്റെ പേരിൽ ആൾക്കാരെ പീസാക്കി വെച്ച് അത് കറിവെച്ച് തന്ന മനുഷ്യരുടെ നാടാണ് നമ്മുടേത്. അപ്പൊ ഇതും സംഭവിക്കാം. എന്തായാലും ആ അമ്മയുടെ ഫോട്ടോ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി. കാരണം നമ്മുടെയൊക്കെ മക്കളെ കാണാനും കുഞ്ഞുമക്കളെ കാണാനും ഒക്കെ വീട്ടിലെ മക്കളോടൊപ്പം കൂടിച്ചേരാൻ എത്തുന്ന അമ്മ, ആ അമ്മയെ ഇങ്ങനെയുള്ള ദ്രോഹം എന്ത് തന്നെയായാലും ഇതിന്റെ പേരിൽ ഒരു ഫൈനാൻഷ്യൽ ഇടപാട് ഉറപ്പായിട്ടും ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ പേരിലായിരിക്കാം മേ ബി വീട്. നമ്മളെ അസംഷൻ പറയുകയല്ല. എന്നിരുന്നാലും ഇത് ഒരു നോർമൽ ഡെത്ത് ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തില്ല. കാരണം മറിച്ച് നമ്മൾ പറഞ്ഞതുപോലെയല്ല, തെരുവ് നായരുടെ ശല്യം മൂലം തന്നെയാണ് മരിച്ചതിനാൽ അവിടെ വലിയൊരു അനാസ്ഥ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, മക്കളുടെ ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ട്. അമ്മയെ പുറത്തിരുത്തി പോകാൻ പാടില്ല. അത് നല്ലൊരു വീടുള്ളപ്പോ ഇപ്പൊ ഞാൻ ഈ കുടിൽ കണ്ടപ്പോൾ സത്യത്തിൽ ശില്പ ഞാൻ വിചാരിച്ചു, അയ്യോ ദൈവം എന്ത് പാവപ്പെടും, അവരുടെ അവസ്ഥ കൊണ്ട് അവർ ചിലപ്പോൾ അങ്ങനെയുണ്ടല്ലോ, തെരുവിൽ കിടന്ന കുട്ടികളെ നായ്ക്കൾ കടിക്കുന്നു, അല്ലെങ്കിൽ തെരുവിൽ കിടന്ന നാടോടികളെ കടിക്കുന്നു പറയുമ്പോൾ ഞാനത് അത്ര അവസ്ഥയാണ്. പക്ഷെ രണ്ടാമത്തെ വാർത്ത കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എടാ ഇതിൽ എന്തോ ഇത്രയും നല്ല വീട് പുറകിലുള്ളപ്പോ, അല്ലെങ്കിൽ ഈ പറയുന്ന ടർപ്പോളിനിട്ട ആ ചായ്പിനോട് ചേർന്നൊരു നല്ല വീടുള്ളപ്പോ എന്തിനാണ് ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയെ, അമ്മയെ ഇങ്ങനെ പുറത്താക്കിക്കൊണ്ട് ഇവർ പണിക്ക് പോകാനുള്ള ധൈര്യം? അപ്പോൾ ഒന്ന് മനഃപൂർവ്വം ചെയ്തില്ല. അയാളുടെ മുഖത്തൊരു വേദനയുടെ ലാഞ്ചനയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തൊക്കെയോ ഒരു മാധ്യമപ്രവർത്തകരെ വഴിതെറ്റിക്കാനുള്ള എന്തൊക്കെയോ ചോദ്യങ്ങൾക്ക് എന്തൊക്കെയോ ഉത്തരങ്ങൾ അദ്ദേഹം പറയുന്നു എന്നല്ലാതെ ഒരു പ്രോപ്പർ ആൻസർ അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ഇതിനെന്തോ തീർച്ചയായിട്ടും നമ്മുടെ കേരള പോലീസ് വൈബ്രന്റ് ആൻഡ് ഇന്റലിജന്റ് ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇതിനെ പിന്നിൽ ആൾക്കാരെ അവർ കണ്ടുപിടിച്ചിരിക്കും, അതിൽ സംശയമില്ല. 2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ഇന്ന് വൈകുന്നേരത്തോട് തന്നെ കറക്റ്റ് ആൻസർ പുറത്തു വരും. എങ്കിലും രാവിലെ ഈ വാർത്ത കേട്ട് വളരെ ഖേദകരമാണ്. പാവപ്പെട്ട നായ്ക്കൾ, എനിക്ക് നായ്ക്കുട്ടികളെ ഇഷ്ടമാണ്. അപ്പോൾ നായ്ക്കുട്ടികളോട് എനിക്ക് ഓമനത്തോണ്ട് എൻ്റെ വീട്ടിൽ നേരത്തെ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു, അത് മരിച്ചതിന് ശേഷം ഞങ്ങൾ ആ വീട്ടിൽ വേറെ നായ്ക്കുട്ടിയെ മേടിച്ചിട്ടില്ല. അവരോടുള്ള ഇഷ്ടം കൊണ്ടും ഇനി പറഞ്ഞാൽ അങ്ങനെ പോകുമ്പോൾ സഹിക്കാനുള്ള വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ടും മേടിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തെരുവ് നായ്ക്കളോട് ഇന്നും എൻ്റെ മോൾക്ക് അവരെ ഭയങ്കര പേടിയാണ്. എങ്കിലും എനിക്ക് കാണുമ്പോൾ ഉള്ളിൽ ഒരു ചെറിയ ഉൾക്കിടം തോന്നാറുണ്ട്. ആക്രമിക്കുമോ? പക്ഷെ അവരുടെ കണ്ണുകൾ കാണുമ്പോൾ എനിക്ക് തോന്നാറില്ല അവർ ആക്രമിക്കില്ല, സ്നേഹത്തോടെയാണ് എപ്പോഴും അടുത്ത് വരാറ്. കാര്യം ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും പറയുകയാണെങ്കിൽ ഇയാളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ വീട്ടുകളിലേക്ക് പട്ടി കയറി വരാറുണ്ടോ, ഈ മോനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ മോൻ പറയുന്നുണ്ട് പട്ടികൾ വരാറുണ്ട്, അമ്മ കഴിക്കുന്നതിന് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഒരിക്കലും ഭക്ഷണം കൊടുത്ത നായ്ക്കൾ ഒരിക്കലും കടിക്കില്ല. അത് എന്താ പറയുന്നത്, നായ്ക്കള് ഒരിക്കലും അവന്റെ ഉടമസ്ഥനെ എന്ത് സംഭവിച്ചാലും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്ന എത്ര കാലം കഴിഞ്ഞാലും അവർ നമ്മളെ ഓർത്തിരിക്കും എന്നാണ് പറയാറ്. നമ്മൾ ഒരു വട്ടമെങ്കിലും അവനത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും അവൻ അങ്ങനെയാണ് ദൈവം അവനെ മേഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇതിൽ വേറെ എന്തോ സംതിങ് ഈസ് അവിടെ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ ഇനി പ്രകോപിതനായി ആക്രമിച്ചതാണോ എന്നായ അവർ ഭക്ഷണം കൊടുക്കാതെ സ്വാഭാവികമായിട്ടും അവർക്ക് ആകെയുള്ള കൂട്ടി ചിലപ്പോൾ ഇവർ കാലാകാലങ്ങളായിട്ട് ആ അമ്മയെ ഉപേക്ഷിച്ച് ഇങ്ങനെ പോകാറുണ്ടായിരിക്കാം, വീട്ടിൽ ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ ജോലിക്ക് ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമ്പോൾ അവർക്ക് കൂട്ടുണ്ടായിരുന്ന ഒരു നായ്ക്കുട്ടി ആയിരുന്നിരിക്കാം. എന്താ സംഭവിച്ചത്, അവിടെ CCTV ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ദുരൂഹം തന്നെയാണ്. നമുക്ക് എന്തായാലും നോക്കാം എന്താണ്. എന്തായാലും ഈ നായ്ക്കളുടെ ശല്യം വല്ലാതെ കൂടുന്നുണ്ട് നാട്ടില്. ഹോട്ടൽസിന്റെ വേസ്റ്റുകളും മാലിന്യങ്ങളും ഒക്കെ ഇട്ട് നായ്ക്കുട്ടികൾ എവിടെയും എല്ലായിടത്തും നായ്ക്കളുടെ ഒരു കൂട്ടം നമുക്ക് കാണാറുണ്ട്. നായ്ക്കളെ ഇഷ്ടമാണ് എന്നതിനപ്പുറം ഇതൊരു സാമൂഹ്യ വിപത്തായി അവർ മാറാതിരിക്കട്ടെ, ആൾക്കാരവരെ വെറുക്കാതിരിക്കട്ടെ, കാണുമ്പോൾ തന്നെ കല്ലെറിയാനും തല്ലിക്കൊല്ലാനുമുള്ള പ്രവണത ആൾക്കാരിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ശ്രമം ചെയ്യേണ്ടത് നമ്മുടെ സർക്കാരാണ്. തീർച്ചയായിട്ടും അവരെ ഈ പറയുന്ന പോലെ വന്ധ്യകരണം ചെയ്യുകയോ അതോടൊപ്പം തന്നെ പേവിഷ
കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടിരുന്നു, കുത്തിവെപ്പെടുത്തുന്ന നായ്ക്കൊക്കെ പച്ച പെയിന്റ് അടിച്ച് വിടുന്ന ഒരു വാർത്ത. ഞങ്ങളുടെ നല്ലൊരു കാര്യം തന്നെയാണ്, എല്ലാ ആൾക്കാർക്കും സേഫ് ആണ്. എടാ ഇവൻ കുത്തിവെപ്പെടുത്ത അയച്ചാ ഇവനൊരു കടിയിട്ടാലും കുഴപ്പമില്ല. ഏതോ ഒരു ഗ്രാമപഞ്ചായത്തില് ഈ നമ്മുടെ മൃഗ ഡിപ്പാർട്ട്മെന്റ് ആശുപത്രിയിൽ നിന്നുള്ള ആൾക്കാർ അവിടെ വന്ന് അവനെ പേവിഷത്തിന്റെ കുത്തിവെപ്പെടുത്തിട്ട് അവരെ പച്ച പെയിന്റ് അടിച്ച് വിട്ടിരിക്കുക. വെച്ചാൽ ഇവരൊക്കെ കുത്തിവെപ്പെടുത്ത കേമന്മാരാന്നുള്ളത്. അതൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെയുള്ള കുറെ നടപടികളൊക്കെ എടുത്താൽ തന്നെ ഈ നായ് കടിച്ചുള്ള കൊലപാതകമല്ല മരണങ്ങൾ അവസാനിക്കുമായിരിക്കും. വയോധികർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ രാവിലെ നടക്കാൻ ഇറങ്ങുന്ന വയോധിക ഒരു നായ ഓടിച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കും, ഒരു വീണ് പോകത്തേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതിനുള്ള നടപടികൾ ഈ മരണത്തിലേക്ക് എത്തിക്കാതെ ഇതിനുള്ള നടപടികൾ ഇനിയെങ്കിലും കണ്ണു തുറന്ന് നമ്മുടെ ആൾക്കാർ എടുക്കട്ടെ. നായ്ക്കൾ അത്ര മോശക്കാരൊന്നുമല്ല, അവർ ഒരുപാട് കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ആക്രമിക്കുന്നുണ്ട്. മൃഗങ്ങളാണ് ആഫ്റ്റർ ഓൾ. അവരെങ്ങനെ പ്രകോപിതരാകും നമുക്ക് അറിഞ്ഞൂടാ, അവർക്ക് പേ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ചും തെരുവ് നായ്ക്കളായതുകൊണ്ട് തന്നെ കൃത്യമായ വാക്സിനേഷൻസ് ഒന്നും എടുക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ആരാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? ശില്പ, തീർച്ചയായിട്ടും സർക്കാരാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റും. വീട്ടിലുള്ള നായ്ക്കളെ അവർ പൊക്കെയായിട്ട് നോക്കും, പക്ഷെ റോഡിലെ നായ്ക്കളെ നോക്കുന്ന ആരാണ് നോക്കേണ്ടത്? ജനങ്ങളെ പോലെ തന്നെ മൃഗങ്ങളുടെയും ആരോഗ്യത്തിനുള്ള ഉത്തരവാദിത്തം മൃഗവകുപ്പ് ഉണ്ടല്ലോ നമുക്ക്. മൃഗ ഡോക്ടർമാരും മൃഗാശുപത്രിയൊക്കെ ഉള്ള നാടല്ലേ. അതൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്തം സർക്കാർ, അത് പാർട്ടി ഭേദമന്യം ഏറ്റെടുക്കുക. കാർത്തിയാനിയമ്മയുടെ മരണത്തിന് പിന്നിൽ എന്താണ് യഥാർത്ഥ സംഭവം എന്ന് പുറത്തേക്ക് വരട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ കേരള പോലീസിനെ തെളിയിക്കാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാം.